സഹോദരൻ, നമ്മുടെ ഓരോരുത്തരും കുടുംബജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെയും ഇപ്പോഴും നാളെ വരാനിരിക്കുന്ന കാലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ സമാധാനത്തിലും സമൃദ്ധിയിലും സന്തോഷത്തിലും കാത്തുപരിപാലിക്കുന്ന സർവേശ്വരനായ ദൈവത്തിന് നമ്മൾ എന്നും കടപ്പെട്ടവരായിരിക്കണം. നമ്മുടെ ഓരോ കാൽവെപ്പുകളിലും ഈശ്വരന്റെ കൃപാകടാശങ്ങൾ നേർന്നുകൊണ്ട് വേണം അതാവേണ്ടത്. അതാണ് നമ്മുടെ ക്രൈസ്തവരായ ഓരോ കുടുംബങ്ങളുടെയും അടിത്തറ. സംഗതികളെ, സെന്റ് തോമസ് കുടുംബ കൂട്ടായ്മ ഈ സന്ദേശം നിങ്ങളിലേക്ക് പകരുവാനായി ഒരു ചെറിയ കലാവിഷ്കാരത്തിലൂടെ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളെ ഏവരെയും ഉത്സാഹിപ്പിച്ച് ഇതൊരു വലിയ വിജയമാക്കി തീർക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. എൻ്റെ മകൻ്റെ കെട്ടുകല്യാണം പള്ളിയിൽ വെച്ച് ഇപ്പോഴങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ. അവർ ഉടൻ തന്നെ ഈ ഹാളിലേക്ക് എത്തും. മറിയക്കുട്ടിയെ, എൻ്റെ മറിയക്കുട്ടിയെ, അവൾ എന്തെടുക്കുക? നമ്മുടെ തോമസ് കുട്ടിയും മേരിക്കുട്ടിയും ഉടൻ തന്നെ ഇവിടെ എത്തും. അച്ചായോ, എന്റെ അച്ചായോ, ഈ കത്തിന്റെ കാര്യം എന്താ ഇപ്പൊ പറയുന്നത്? ഓ, കത്തുമല്ല കത്തിയുമല്ല, ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് കേൾക്കും. ആ, എൻ്റെ ദൈവമേ, എന്താ ചെയ്യുക? ആ പിന്നെ എൻ്റെ മറിയക്കൊച്ചെ, വേഗം ഇങ്ങോട്ട് ഇറങ്ങി വാ, അവൻ ഇപ്പോഴിങ്ങെത്തും. ഇതാ ഞാൻ എത്തി. ആഹാ, ഇതെന്റെ മറിയക്കൊച്ചു തന്നെയാണോ? ഒന്ന് പോവോ അച്ചായ? ആ പിന്നെ ചെറുക്കനും പെണ്ണും സ്റ്റേജിലേക്ക് വരുമ്പോൾ എൻ്റെ മറിയക്കൊച്ചു തന്നെ വേണം മുന്നിൽ നിന്ന് അവർ സ്വീകരിക്കുവാൻ. അതൊന്നും പേടിക്കണ്ട, ഞാൻ എപ്പോഴും അച്ചായന്റെ കൂട്ടത്തിലുണ്ടാവും. അല്ല, അളിയനും നാത്തൂനും അവിടെ നിൽക്കുകയാണ്. നമ്മുടെ പുതുമണവാളനെയും പുതുമണവാട്ടിയെയും സ്റ്റേജിലേക്ക് അണിയിച്ച് നിങ്ങളെ കൊണ്ടുപോകാം. അളിയോ, ഈ മുന്നോട്ട് വന്ന് കല്യാണത്തിന് ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കും. വെറുതെ അങ്ങ് മാറി നിൽക്കാതെ. ഹലോ, പുതുമണവാളനും പുതുമണവാട്ടിക്കും മധുരം വെക്കട്ടെ. പുതുമണവാളനും പുതുമണവാട്ടിക്കും മധുരം വെക്കട്ടെ. പുതുമണവാളനും പുതുമണവാട്ടിക്കും മധുരം വെക്കട്ടെ. നമ്മുടെ മക്കളുടെ വിവാഹ ദിനം എന്തായാലും അടിച്ചു പൊളിക്കണ്ടേ? അതെന്തൊരു ചോദ്യമാ അച്ചായ? അല്ല, അങ്ങനെയെങ്കിലേ നമ്മുടെ കുട്ടികളെ വിളിച്ച് അവരുടെ ഒരു ഡാൻസ് ആകാം ആദ്യം. അത് ശരിയാ. അങ്ങനെയെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അവരെല്ലാം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം.
പൾസിന് പല പലക്കിന് വിട്ടാൽ നോക്കല്ലേ എന്റെ മറിയക്കുട്ടി, നമ്മുടെ പിള്ളേരുടെ ഡാൻസ് കണ്ടിട്ട് എനിക്കും ഒരു പൂതി. നമുക്കും ഒരു ഡാൻസ് കളിക്കണമെന്ന മോഹം. ഓ, ഈ വയസ്സാം കാലത്താ അച്ചായൻ്റെ ഒരു ആഗ്രഹം. ഞാൻ കൂടാം, പക്ഷെ ഇത് കഴിയുമ്പോൾ എൻ്റെ കാലിന് ചൂട് വെച്ച് തരണം. ഓ, അത്രയുമുള്ളോ? ആ കാര്യം ഞാൻ ഏറ്റു. ചെങ്കടുക്കെ വന്നടുക്കും വെമ്പറന്നോളെ സമ്മതമോ കൺമതമോ നിൻകട കണ്ണി കട്ടെടുത്തോ കട്ടെടുത്തോ എന്തിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ മനസമ്മതമോ നിൻകൊതിക്കോ കണ്ണിടുമ്പോൾ കുമ്മിടുമ്പോൾ ആ കിന്നാരം കാലിക്കൊള്ളാം ചെണ്ടടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ കട്ടെടുത്തോ കട്ടെടുത്തോ എന്തിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ കണ്ണിടുമ്പോൾ കുമ്മിടുമ്പോൾ ആ കിന്നാരം കാലിക്കൊള്ളാം ഞാൻ.
പൊന്തി വരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും നിന്റെ ഗീതകവും. ഓ പൊന്തി വരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും നിന്റെ ഗീതകവും. കുഞ്ഞിമണി കുഞ്ഞിറങ്ങി ചെന്നിറങ്ങും താഴ്വരയിൽ നിന്നെ കാത്തു നിന്നിരുന്നു ചെങ്കണിയും മുന്തിരിയും. ಎಂಟೆಟುಕೆ വന്നടുക്കും പെമ്പറന്നോളെ സമ്മതമോ കന്മതമോ നിൻ കടകണ്ണിൽ. வெண்புகையில் வெஞ்சரிப்ப நின்னழகு காத்திருக்கும் வீடனுக்கு சொர்க்கமல்லே. பொன்னகில் குந்திருக்கும் வெண்புகையில் வெஞ்சரிப்ப நின்னழகு காத்திருக்கும் வீடனுக்கு சொர்க்கமல்லே. നിന്നിഴൽ സഞ്ചരിക്കും വീതിയെന്ന സ്നേഹപദം കണ്ടെടുത്ത് എന്നു വീണു നിന്നിരുന്നു നിന്റെ മുഖം. ಎಂಟೆಟುಕೆ വന്നടുക്കും പെമ്പറന്നോളെ സമ്മതമോ കന്മതമോ നിൻ കടകണ്ണിൽ. എടുത്തോ എടുത്തോ എനിക്കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ കണ്ണിടുമ്പോൾ കുമ്പിടുമ്പോൾ ആദ്യം കതിൽ ചൊല്ലാൻ ഞാൻ. വളരെ നാളുകൂടി ശരീരമൊന്ന് അണിഞ്ഞതുകൊണ്ട് ഓ വല്ലാത്ത ക്ഷീണം. മറിയക്കൊച്ചേ, എൻ്റെ മറിയക്കൊച്ചേ, എന്താ അച്ചായ? ഞാനിപ്പോൾ നമ്മുടെ പണ്ടത്തെ കല്യാണ ദിവസം ഓർത്തു പോവുകയാണ്. അതൊക്കെ ഒരു കാലം. എന്തുമാത്രം നമ്മൾ കഷ്ടപ്പെട്ടു. അന്ന് നമ്മൾ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുവെങ്കിലും നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? അന്നു മുതൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ അച്ഛൻ പറഞ്ഞത് ശരിയാ. ആ സുന്ദരമായ ദിനങ്ങൾ ദേ ഇന്നലെ കഴിഞ്ഞതുപോലെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട തോമസ് കുട്ടി, മേരിക്കുട്ടി, നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് ഒന്നായി ഒറ്റക്കെട്ടായി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. അതിമനോഹരമായ റോസാപ്പൂ ഉണ്ടാകുന്ന തണ്ടുകളിൽ മുളകളും കാണുമെന്ന് മറക്കരുത്. ഇതുപോലെ തന്നെ സുഖവും ദുഃഖവും ഇടകലർന്നതാണ് നമ്മുടെയും ജീവിതം. മക്കളെ, നമ്മുടെ ഓരോ ആഘോഷവും നമ്മുടെ കർത്താവിനെ മാറ്റി നിർത്തിയുള്ളതാകരുത്. എല്ലാം ഇത്രയും ഭംഗിയാക്കി തന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് നന്ദി പറയാം. അളിയ, നാത്തൂനെ, നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികളെയും ഇങ്ങോട്ട് വിളിക്കുക. നമുക്ക് ഒരുമിച്ച് ഒരു ഫോട്ടോ ഒന്ന് എടുക്കാം.